ഇന്നത്തെ ലെസൺ കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. കുഞ്ഞുങ്ങൾ കമന്ന് വീഴുക, എവിടെയെങ്കിലും പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുക, എന്തെങ്കിലുമൊക്കെ പിടിച്ച് നടന്നു തുടങ്ങുക, കുഞ്ഞുങ്ങൾക്ക് പല്ല് വരിക, കുഞ്ഞിനെ കുളിപ്പിക്കുക, ഉറക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കാം. മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ക്ലോതിങ്, അവർക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ, അതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് വേർഡ്സ് വൊക്കാബുലറിയും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോണാണ് കമിഴ്ന്ന് വീഴുക എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടു റോൾ ഓവർ എന്നാണ്. ടു റോൾ ഓവർ. അപ്പോൾ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് കമിഴ്ന്ന് വീഴുക? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെൻ ഡു ബേബീസ് റോൾ ഓവർ? വെൻ ഡു ബേബീസ് റോൾ ഓവർ? അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിലോ, എൻ്റെ കുഞ്ഞ് കമിഴ്ന്ന് വീഴാൻ ശ്രമിക്കുകയാണ്. മൈ ബേബി ഈസ് ട്രൈങ് ടു റോൾ ഫ്രം ഹെർ ബെലി ഓൺ ടു ഹെർ ബാക്ക്. അതായത് ഇപ്പോൾ കമിഴ്ന്ന് കിടക്കുന്ന ഒരു കുഞ്ഞ് മലർന്ന് കിടക്കാൻ ശ്രമിക്കുന്നതിനാണ് നമ്മൾ ടു റോൾ ഫ്രം ബെലി ടു ബാക്ക് എന്ന് പറയുന്നത്. തിരിച്ചു ആവാം, ടു റോൾ ഫ്രം ബാക്ക് ടു ബെലി, അങ്ങനെ ആവാം. ഇത് കഴിഞ്ഞ് വരുന്നൊരു പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ ആണ് എണീറ്റിരിക്കൽ, അല്ലേ? എഴുന്നേറ്റിരിക്കുക. അതിന് ടു സിറ്റ് അപ്പ് എന്ന് പറയും. ടു സിറ്റ് അപ്പ്. നിങ്ങളുടെ കുഞ്ഞ് തനിയെ എണീറ്റിരിക്കുമോ എന്ന് ചോദിക്കാൻ ക്യാൻ യുവർ ബേബി സിറ്റ് അപ്പ് ഓൺ ഹെർ ഓൺ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഓൺ ഹെർ ഓൺ എന്ന് കണ്ടില്ലേ? അതായത് തനിയെ, ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് എണീറ്റിരിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ക്യാൻ യുവർ ബേബി സിറ്റ് അപ്പ് ഓൺ ഹെർ ഓൺ? എണീറ്റിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നീന്താനുള്ള ശ്രമമാണല്ലേ. നീന്തുക എന്നുള്ളതിന് ടു ക്രോൾ എന്ന് പറയും. ടു ക്രോൾ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് നീന്താൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് ദിവസമേ ആയുള്ളൂ നീന്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്താ പറയുക? അവർ ബേബി ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു ക്രോൾ. അവർ ബേബി ഈസ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ടു ക്രോൾ. അതായത് നീന്തി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അർത്ഥം. അപ്പോൾ കുഞ്ഞുങ്ങളിങ്ങനെ ഓരോ മൈൽ സ്റ്റോണായിട്ട് കടന്നു പോകുന്നത് പേരൻസ് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരിക്കും, അല്ലേ? അപ്പോൾ പേരൻസ് പ്രതീക്ഷിക്കുന്ന അടുത്ത മൈൽ സ്റ്റോണാണ് കുട്ടികൾ എവിടെയെങ്കിലും പിടിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്നൊരു ഫ്രേസ് ഉണ്ട്, ടു പുൾ അപ്പ് ടു സ്റ്റാൻഡ്. ടു പുൾ അപ്പ് ടു സ്റ്റാൻഡ്. അതായത് എവിടെയെങ്കിലും പിടിച്ച് സ്വയം ഇങ്ങനെ എണീച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും പേരൻസ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ചോദിക്കും, എപ്പോഴാണ് കുട്ടികൾ എണീറ്റ് നിൽക്കാൻ തുടങ്ങുക? അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാവുന്ന മറ്റുള്ളവരോട് ചോദിക്കും, എപ്പോഴാണ് അവർ എണീറ്റ് നിൽക്കാൻ തുടങ്ങുക? അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? വെൻ ഡു ബേബീസ് പുൾ അപ്പ് ടു സ്റ്റാൻഡ്. വെൻ ഡു ബേബീസ് പുൾ അപ്പ് ടു സ്റ്റാൻഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പിടിച്ച് എണീറ്റ് നിന്ന് അതൊന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അവിടെ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ ഫേർണിച്ചറിൽ പിടിച്ച് അവർ നടന്നു തുടങ്ങും, അല്ലേ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നൊരു വാക്കുണ്ട്, ടു ക്രൂസ്. അതായത് ഇവർ കൈവിട്ട് നടക്കാനായിട്ടില്ല, അപ്പോൾ അടുത്തടുത്ത് കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ വസ്തുക്കളിൽ ഇങ്ങനെ പിടിച്ചായിരിക്കും നടക്കുന്നത്. അതിനാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ടു ക്രൂസ്. അപ്പോൾ നമ്മൾ പറയാണ്, അവന് 10 മാസമായപ്പോഴേക്കും അവനിങ്ങനെ പിടിച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക? ഹി സ്റ്റാർട്ടഡ് ക്രൂസിങ് വെൻ ഹി വാസ് 10 months ഓൾഡ്. ഹി സ്റ്റാർട്ടഡ് ക്രൂസിങ് വെൻ ഹി വാസ് 10 months ഓൾഡ്. 10 മാസമുള്ളപ്പോൾ. വെൻ ഹി വാസ് 10 months ഓൾഡ്. കണ്ടോ? അപ്പോൾ അവിടെ നമ്മൾ വാക്കിംഗ് എന്ന് പറഞ്ഞില്ല കേട്ടോ. കാരണം കൈവിട്ട് അങ്ങനെ നടക്കുന്നില്ലല്ലോ, പിടിച്ചല്ലേ നടക്കുന്നത്. അതിനാണ് നമ്മൾ ആ വാക്ക് ക്രൂസ് എന്നുള്ളത് ഉപയോഗിച്ചത്. അതുപോലെ ആദ്യത്തെ ചുവട് വയ്ക്കുക എന്ന് പറയില്ലേ, ആദ്യമായിട്ട് നടന്നു തുടങ്ങുന്നതിൻ്റെ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്നത് ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. ആദ്യത്തെ ചുവട് വയ്ക്കുക, ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ പറയാണ്, ഈവ കുഞ്ഞിൻ്റെ പേരാണ് കേട്ടോ. ഈവ അവളുടെ ആദ്യത്തെ പിറന്നാളിന് മുൻപ് ആദ്യത്തെ ചുവട് വെച്ചു. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഈവ ടുക്ക് ഹർ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഹർ ഫസ്റ്റ് ബർത്ത്ഡേ. ഈവ ടുക്ക് ഹർ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഹർ ഫസ്റ്റ് ബർത്ത്ഡേ. ആദ്യത്തെ ബർത്ത്ഡേക്ക് മുൻപ് ആദ്യത്തെ ചുവട് വെച്ചു. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഈവ ടുക്ക് ഹർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. അതുപോലെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കിടയിൽ ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പല്ല് വരുന്നത്. പല്ല് വരുന്നത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പലപ്പോഴും പേരൻസിനും അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജാണ്. കാരണം ഈ പല്ല് വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഭയങ്കര കരച്ചിലായിരിക്കും, അവർ വളരെ ഇറിറ്റേറ്റഡ് ആയിരിക്കും, അല്ലേ? ഈ പല്ല് വരുന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടു ടീത് എന്നാണ്. ടു ടീത്. അപ്പോൾ അവിടെ സ്പെല്ലിംഗ് ഉണ്ടല്ലോ, TEE ഉണ്ട്. അതൊരു വേർബാണ്. നമ്മുടെ പല്ലിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടീത്ത് എന്നാണ്. ടീത്ത്. പക്ഷേ ഇവിടെ TEE, ടു ടീത്. അപ്പോൾ എനിക്ക് പറയണം, എൻ്റെ കുഞ്ഞിന് പല്ല് വരുന്നുണ്ട്, അതുകൊണ്ട് രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയില്ല, രാത്രി ഞാൻ ഉറക്കം ഒഴിച്ചിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ അത് ഇംഗ്ലീഷിൽ എങ്ങനെ വരുന്നതെന്ന് നോക്കൂ. മൈ ബേബി ഈസ് ടീതിങ്, സോ ഐ വാസ് അപ്പ് മോസ്റ്റ് ഓഫ് ദ നൈറ്റ്. മൈ ബേബി ഈസ് ടീതിങ്. പക്ഷേ പല്ല് മുളയ്ക്കുക, പല്ല് വരിക എന്നുള്ളതിന് വേണമെങ്കിൽ ടു കട്ട് എ ടൂത്ത് എന്നും പറയാം. ടു കട്ട് എ ടൂത്ത്.
അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വല്ലാതെ കരയുമ്പോൾ മുതിർന്നവർ പറയും കുഞ്ഞിന് പല്ല് മുളയ്ക്കുന്നുണ്ട്, പല്ല് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കരയുന്നത്. ദ ബേബി ഈസ് കട്ടിങ് എ ടൂത്ത്, ദാറ്റ്സ് വൈ ഷീ ഈസ് ക്രൈങ്. ദ ബേബി ഈസ് കട്ടിങ് എ ടൂത്ത്. കണ്ടല്ലോ, ഈ പല്ല് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കുഞ്ഞുങ്ങളിങ്ങനെ വായിൽ നിന്ന് ഇങ്ങനെ ഈത്ത ഒഴുക്കുക എന്ന് പറയില്ലേ, ഉമിനീര് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടു ഡ്രൂൾ എന്നാണ്. ടു ഡ്രൂൾ. ബേബീസ് ഡ്രൂൾ എ ലോട്ട് വെൻ ദേ ആർ ടീതിങ്. അതായത് പല്ല് വരുന്ന സമയത്ത്, പല്ല് ഇങ്ങനെ മുളച്ചു വരുന്ന ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് ഈത്ത ഒഴുക്കും. ദ ബേബീസ് ഡ്രൂൾ എ ലോട്ട് വെൻ ദേ ആർ ടീതിങ്. ഈ ടു ഡ്രൂൾ പോലെ തന്നെ ടു ഡ്രിബിൾ എന്നും പറയാം കേട്ടോ. ഈ ഫുട്ബോളിലും കാര്യങ്ങളിലൊക്കെ ഡ്രിബിളിംഗ് ഉണ്ടല്ലോ, അതല്ല കേട്ടോ ഇത്. ഇവിടെ ഈ ഡ്രൂൾ പോലെ തന്നെയാണ് നമ്മൾ ഡ്രിബിൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പലപ്പോഴും കുഞ്ഞുങ്ങൾ എടുത്തേക്കുന്നവരുടെ ഡ്രസ്സ് ഇവിടെ നനയും അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ദ ബേബി ഈസ് ഡ്രൂളിങ് ഓൺ യുവർ ഷർട്ട്. ഷർട്ടിലൊക്കെ ഇങ്ങനെ ഈത്ത ഒഴുക്കി വെച്ചിട്ടുണ്ട്. ദ ബേബി ഈസ് ഡ്രിബ്ലിംഗ് ഓൺ യുവർ ഷർട്ട്, അല്ലെങ്കിൽ ദ ബേബി ഈസ് ഡ്രൂളിങ് ഓൺ യുവർ ഷർട്ട്. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾ ഈ പല്ല് വരുന്ന സമയത്ത് വല്ലാത്തൊരു അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് കരയുന്നതിനെ പറ്റി പറഞ്ഞല്ലോ. ഇതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ നിർത്താതെ കരയുന്ന വേറൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും കുഞ്ഞിൻ്റെ കരച്ചിൽ നിൽക്കില്ല. എന്താണ് പ്രശ്നം എന്ന് പലപ്പോഴും മനസ്സിലാവുകയില്ല നമുക്ക്. അപ്പോൾ പലപ്പോഴും ഡോക്ടേഴ്സ് പറയും അത് അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു വയറുവേദന ഉള്ളത് കൊണ്ടാണെന്നൊക്കെ. അപ്പോൾ ഏതായാലും ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ പറയും കുഞ്ഞിന് കോളിക് ആണ് എന്ന്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ പറയാം ഐ തിങ്ക് ദ ബേബി ഹാസ് കോളിക്. അപ്പോൾ ഈ കോളിക് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ് കേട്ടോ, വല്ലാത്തൊരു തരം വയറുവേദന കാരണം കുട്ടി ഇങ്ങനെ വല്ലാതെ അസ്വസ്ഥതപ്പെട്ട് കരയുന്ന ആ ഒരു അവസ്ഥ. അപ്പം അങ്ങനെ കരയുന്നൊരു കുട്ടിയെ കോളിക്കി ബേബി എന്ന് പറയും. കോളിക്കി ബേബി. ഇത് പലപ്പോഴും ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ തനിയെ മാറുന്നൊരു അവസ്ഥയാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഈ വായുവിൻ്റെയൊക്കെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യുക, ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്ത് കഴിയുമ്പോഴും കുഞ്ഞിൻ്റെ മുതുകിലൊന്ന് തട്ടിയിട്ട് ആ വായു കളയാൻ സഹായിക്കും അല്ലേ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടു ബേർപ്പ് എന്നാണ്. അപ്പോൾ നമ്മൾ സ്വയം ഏമ്പക്കം കളയുന്നതിനും ടു ബേർപ്പ് എന്നാണ് പറയുക. നമ്മൾ വേറൊരാൾക്ക് ഇങ്ങനെ തട്ടിക്കൊടുത്ത് ഏമ്പക്കം കളയിക്കുന്നതിനും ടു ബേർപ്പ് സംബഡി എന്ന് തന്നെയാണ് പറയുക. അപ്പോൾ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ നമ്മളോട് പറയും യു ഷുഡ് ബേർപ്പ് ദ ബേബി ആഫ്റ്റർ എവ്രി ബോട്ടിൽ. ഓരോ പ്രാവശ്യം ഫീഡ് ചെയ്ത് കഴിയുമ്പോഴും കുട്ടിയെ ഇങ്ങനെ മുതുകിൽ തട്ടി ആ വായു കളയാൻ സഹായിക്കണം. യു ഷുഡ് ബേർപ്പ് ദ ബേബി. അപ്പോൾ ആ വാക്ക് ടു ബേർപ്പ്. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലെല്ലാം തൊട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ ഈ തൊട്ടിൽ പലതരത്തിലാവാം. ചിലപ്പോൾ വീടുകളിൽ തുണി കൊണ്ടുള്ള തൊട്ടിൽ കെട്ടാറുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. ഇതിന് പറയുന്നത് ക്രെയ്ഡിൽ എന്നാണ്. പക്ഷേ അല്ലാത്ത തരം ക്രെയ്ഡിൽസും നമുക്ക് കാണാം. അതാണ് നിങ്ങൾ ഇവിടെ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ തൊട്ടിലാട്ടുന്നതിന് എന്താ പറയുക, ടു റോക്ക് ദ ക്രെയ്ഡിൽ എന്ന് പറയും. ടു റോക്ക് ദ ക്രെയ്ഡിൽ. ഇവിടെ റോക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് പതുക്കെ ഇങ്ങനെ ആട്ടി അനക്കി കൊടുക്കുക എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആ തൊട്ടിലൊന്ന് ആട്ടി കൊടുത്താൽ കുഞ്ഞ് ഉറങ്ങിക്കോളും. ഇഫ് യു റോക്ക് ദ ക്രെയ്ഡിൽ ദ ബേബി വിൽ സ്ലീപ്പ്. കേട്ടോ, ഇഫ് യു റോക്ക് ദ ക്രെയ്ഡിൽ ദ ബേബി വിൽ സ്ലീപ്പ്. ഇതൊന്നും അല്ലാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ കൊട്ടിക്കൊടുത്ത് ആട്ടി ഉറക്കില്ലേ, അതിനും ടു റോക്ക് എന്ന് തന്നെയാണ് പറയുക. ഷീ ജെൻ്റ്ലി റോക്ക്ഡ് ദ ബേബി ടു സ്ലീപ്പ്. ഷീ ജെൻ്റ്ലി റോക്ക്ഡ് ദ ബേബി ടു സ്ലീപ്പ്. ജെൻ്റ്ലി എന്ന് വെച്ചാൽ വളരെ പതിയെ. അപ്പോൾ അത് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് കൊട്ടിക്കൊടുക്കാം, റോക്ക് ചെയ്യാം, അല്ലെങ്കിൽ മടിയിൽ വെച്ച് ഇങ്ങനെ ആട്ടി ഉറക്കാം, എങ്ങനെയാവാം. എല്ലാം ടു റോക്ക് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അതുപോലെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണമല്ലോ, അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടു ബെയ്ത് എന്നാണ്. മുൻപ് നമ്മൾ പല്ല് വരുന്നതിന് ടു ടീത് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ടു ബെയ്ത്. കുളി എന്ന അർത്ഥത്തിൽ ബാത്ത് എന്ന് പറയും. മുൻപ് പല്ലിന് ടീത്ത് എന്ന് പറഞ്ഞതുപോലെ കുളി ബാത്ത് ആണ്. പക്ഷെ കുളിപ്പിക്കുക ടു ബെയ്ത്. കുഞ്ഞിനെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കില്ലേ, അതിന് ഹാവ് യു ബെയ്ത് ദ ബേബി യെറ്റ് എന്ന് ചോദിക്കും. ഹാവ് യു ബെയ്ത് ദ ബേബി യെറ്റ്. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ എത്ര തവണയാണല്ലേ ഒരു ദിവസം നാപ്പി മാറ്റി കൊടുക്കുന്നത്. ഈ നാപ്പി മാറ്റുക എന്നുള്ളതിന് ടു ചേഞ്ച് ദ നാപ്പി എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ വെറുതെ ടു ചേഞ്ച് എന്നും പറയാം. ഇപ്പം നമ്മൾ ഡ്രസ്സ് മാറുക എന്നുള്ളതിന് ടു ചേഞ്ച് ദ ക്ലോത്ത്സ് എന്ന് തന്നെ പറയണമെന്നില്ലല്ലോ, ടു ചേഞ്ച് എന്ന് പറഞ്ഞാലും പോരെ. അതേപോലെ തന്നെയാണ് നാപ്പി മാറ്റുക എന്നുള്ള അർത്ഥത്തിലും ടു ചേഞ്ച് എന്ന് മാത്രം പറയാം. അപ്പോൾ ദ ബേബി നീഡ്സ് ചേഞ്ചിങ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ നാപ്പി മാറ്റേണ്ട ആവശ്യമുണ്ടെന്ന് അർത്ഥം. ദ ബേബി നീഡ്സ് ചേഞ്ചിങ്. അതേപോലെ കെൻ യു ചേഞ്ച് ദ ബേബി എന്ന് ചോദിക്കാം. അപ്പോൾ അവിടെ കുട്ടിയെ മാറ്റാമോ എന്നല്ല കേട്ടോ അർത്ഥം, കുട്ടിയുടെ നാപ്പി മാറ്റാമോ എന്നാണ്. കെൻ യു ചേഞ്ച് ദ ബേബി. അങ്ങനെ വളരെ നാച്ചുറലായിട്ട് ചോദിക്കാം. പിന്നെ നമ്മൾ നാപ്പി എന്ന് പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കൂടുതലും നാപ്പി എന്നാണ് പറയുന്നത്. അമേരിക്കൻ ഇംഗ്ലീഷിൽ ഡയപ്പർ എന്നും പറയും. രണ്ടും ഒരേ സാധനമാണ്.
അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർ തമ്മിൽ പറയാറില്ലേ, അവളിപ്പോൾ നാപ്പി ഉപയോഗിക്കാറില്ല, നാപ്പി ഉപയോഗിക്കുന്ന പ്രായം കഴിഞ്ഞു എന്നൊക്കെ പറയില്ലേ. അതിന് നമുക്ക് പറയാം ഷീസ് ഔട്ട് ഓഫ് നാപ്പീസ്. ഷീസ് ഔട്ട് ഓഫ് നാപ്പീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ ഡയപ്പർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു എന്നർത്ഥം. അപ്പോൾ അതിനർത്ഥം കുട്ടിയെ എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് അല്ലേ. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടു ടോയ്ലറ്റ് ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നാപ്പി ഉപയോഗിക്കേണ്ട ഒരു സ്റ്റേജ് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം ഷീസ് ടോയ്ലറ്റ് ട്രെയിൻഡ് എന്നാണ്. അതായത് എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ഇപ്പോൾ അറിയാം, അത് ശീലമായി എന്നർത്ഥം. മറ്റൊന്നാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ഇങ്ങനെ തുണിയിലോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റിലോ ഒക്കെ ടൈറ്റായിട്ട് റാപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? അതിന് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നൊരു വാക്കുണ്ട് ടു സ്വാഡിൽ. അപ്പോൾ ഞാൻ കുഞ്ഞിനെ ഒരു ബ്ലാങ്കറ്റിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പൊതിഞ്ഞെങ്കിൽ എനിക്ക് പറയാം ഐ സ്വാഡിൽഡ് ദ ബേബി ഇൻ എ ബ്ലാങ്കറ്റ്. ഐ സ്വാഡിൽഡ് ദ ബേബി. ഇതിന് പകരം എനിക്ക് വേണമെങ്കിൽ ഐ റാപ്ഡ് ദ ബേബി ടൈറ്റ്ലി ഇൻ എ ബ്ലാങ്കറ്റ് എന്നും പറയാം കേട്ടോ. ഐ റാപ്ഡ് ദ ബേബി ടൈറ്റ്ലി. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളുള്ള പേരൻസ് പുറത്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലും വീട്ടിലുണ്ടാവണം അല്ലേ. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ നിന്ന് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന്, കുഞ്ഞിനെ പരിചരിക്കുന്നതിന് ടു ബേബി സിറ്റ് എന്ന് പറയും. അപ്പോൾ അതൊരു വേർബാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ കൂടെ നിന്ന് നോക്കുന്ന ഒരാളെ പറ്റി എനിക്ക് പറയാം ഷി റെഗുലർലി ബേബി സിറ്റ്സ് ഫോർ അസ്. ഷി റെഗുലർലി ബേബി സിറ്റ്സ് ഫോർ അസ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ആൾ ബേബി സിറ്ററാണ് കേട്ടോ, ബേബി സിറ്റർ. അപ്പോൾ അങ്ങനെ ഒരു ബേബി സിറ്റർ വേണം, ഞാനൊരാളെ അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് പറയാം ഐ നീഡ് ടു ഫൈൻഡ് എ ബേബി സിറ്റർ. ഐ നീഡ് ടു ഫൈൻഡ് എ ബേബി സിറ്റർ. വേറൊരു കാര്യമുണ്ട് കേട്ടോ, കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളൊക്കെ അവർക്കിടയ്ക്ക് വരാതിരിക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ നമ്മൾ ആരുടെ അടുത്തായിരിക്കും കുഞ്ഞിനെ കൊണ്ട് പോവുക? കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളൊരു ഡോക്ടറെ അടുത്ത് പോകും അല്ലേ. അങ്ങനെ ഒരു ഡോക്ടറെ ഇംഗ്ലീഷിൽ വിളിക്കുന്നത് പീഡിയട്രിഷ്യൻ എന്നാണ്. പീഡിയട്രിഷ്യൻ. അപ്പോൾ ആദ്യമായിട്ട് അച്ഛനമ്മയൊക്കെ ആയ ആളുകൾ മറ്റുള്ളവരോട് ചോദിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, നല്ലൊരു പീഡിയട്രിഷ്യൻ്റെ പേര് നിർദ്ദേശിക്കാമോ എന്ന്. അത് ഇംഗ്ലീഷിൽ നമ്മളിങ്ങനെ ചോദിക്കും, ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് പീഡിയട്രിഷ്യൻ? ക്യാൻ യു സജസ്റ്റ് എ ഗുഡ് പീഡിയട്രിഷ്യൻ? പിന്നെ കുഞ്ഞുങ്ങളിങ്ങനെ ഈ ഒളിച്ചേ കണ്ടേ കളിക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് എന്തിനെങ്കിലും പുറകിൽ ഒളിച്ച് പിന്നെ ഒന്ന് കണ്ട്, അത് അവർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ. നമുക്കും അതുപോലെ തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പറയുന്നത് ടു പ്ലേ പീക്കബൂ എന്നാണ്. ടു പ്ലേ പീക്കബൂ. ബേബീസ് എൻജോയ് പ്ലേയിങ് പീക്കബൂ. ബേബീസ് എൻജോയ് പ്ലേയിങ് പീക്കബൂ. ഇനി നമുക്ക് കുഞ്ഞുങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന തരം ക്ലോതിങ്ങിനെ പറ്റി, അതുപോലെ അവർക്ക് ആവശ്യം വരുന്ന തരം വസ്തുക്കളെ പറ്റിയൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം. അപ്പോൾ ബേബീസുമായി റിലേറ്റഡ് ആയ വൊക്കാബുലറിയാണ് നമ്മളിനി നോക്കുന്നത് കേട്ടോ. ആദ്യത്തേതാണ് ഈ കാണുന്നത് ബിബ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അത് ഡ്രസ്സിലൊക്കെ ആവാതിരിക്കാൻ, ദേഹത്തൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അവരെ ഇടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ തുണി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ടോ ആണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇത് ബിബ്. ഇനി ഈ കാണുന്നത് കയ്യിലിടിച്ചു കൊടുക്കുന്ന മിറ്റൻ. നിങ്ങൾക്കറിയായിരിക്കും കുഞ്ഞുങ്ങളുടെ കയ്യിലുള്ള നഖം വളരെ ഷാർപ്പായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ദേഹത്ത് സ്ക്രാച്ച്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പലപ്പോഴും നമ്മൾ അവരെ ഇടിച്ചു കൊടുക്കാറുള്ളത്. ഇതിൻ്റെ പേര് മിറ്റൻ. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇത് എല്ലാ വിരലുകളും സെപ്പറേറ്റഡ് ആകുന്നില്ല. ഇവിടെ 4 വിരലുകൾ ഒരുമിച്ചും തം മാത്രം സെപ്പറേറ്റുമായിട്ടാണ് ഇവിടെ മിറ്റനിൽ വരുന്നത്. ഇനി ഇത് കണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പലപ്പോഴും ഇടിച്ചു കൊടുക്കാറുള്ളത് ഇങ്ങനെ ഒരു ഡ്രസ്സായിരിക്കും. ഇതിൻ്റെ പേര് വൺസി എന്നാണ്. വൺസി. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടോ? ഈ കുഞ്ഞിൻ്റെ ആ ഒരു ട്രങ്ക്, ഉടൽ ഭാഗം മുഴുവൻ കവേർഡ് ആവുന്ന പോലെയാണ് ഇത് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതൊരൊറ്റ ഉടുപ്പായിട്ടാണ് വരുന്നത് കേട്ടോ, 2 പാർട്ട് ഇല്ല അതിന്. അമേരിക്കൻ ഇംഗ്ലീഷിലാണ് നമ്മൾ വൺസി എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പലപ്പോഴും ഇതിനെ നമ്മൾ വിളിക്കാറുള്ളത് ബേബി ഗ്രോ എന്നാണ്. ബേബി ഗ്രോ. നിങ്ങൾ ഈ കാണുന്നത് നമുക്കെല്ലാം നല്ല പരിചയമുള്ളൊരു വസ്തുവാണ് അല്ലേ. കുഞ്ഞുങ്ങളുടെ വായിൽ പലപ്പോഴും ഇതിരിക്കുന്നത് നമ്മൾ കാണാം. ഇതിന് നമ്മൾ പറയുന്നത് പാസിഫയർ എന്നാണ്. പാസിഫയർ. ഇവിടെയും അമേരിക്കൻ ഇംഗ്ലീഷിൽ പാസിഫയർ എന്നും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഡമ്മി എന്നുമാണ് ഇതിനെ വിളിക്കുക. രണ്ടും ഒരേ വസ്തു തന്നെയാണ്, പാസിഫയർ അല്ലെങ്കിൽ ഡമ്മി. അതുപോലെ ഈ ടീതിങ് നടക്കുന്ന സമയത്ത്, പല്ല് വരുന്ന സമയത്ത് കുട്ടികൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുമല്ലോ. ആ സമയത്ത് വായിൽ ഇങ്ങനെ കടിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വസ്തുവാണിത്, ടീതിങ് റിങ്. ടീതിങ് റിങ്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള തൊപ്പി വെച്ചിരിക്കുന്നത്. അപ്പോൾ തലയായിട്ട് വളരെ ചേർന്നിരിക്കുന്ന തരം ഈ തൊപ്പിക്ക് നമ്മൾ പറയുന്നത് ബീനി എന്നാണ്. അപ്പോൾ ഇത് ഒരു ബേബി ബീനി ആണ്. ചെറിയ കുഞ്ഞുങ്ങളുള്ളവർ അവരെ പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ
ഇങ്ങനെ ഒരു വസ്തു ഉപയോഗിക്കാതെ പറ്റില്ല. ഇതിന് പറയുന്നത് പ്രാം എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്രാം എന്നും അമേരിക്കൻ ഇംഗ്ലീഷിൽ സ്ട്രോളർ എന്നും പറയും. രണ്ടും ഒരേ സാധനം തന്നെയാണ് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അവരുടെ കരച്ചിൽ നിർത്താൻ നമ്മൾ പലതരത്തിലുള്ള ടോയ്സ് ഉപയോഗിക്കും അല്ലേ? അതിലൊന്നാണ് ഈ കിലുക്കം എന്ന് പറയുന്ന സാധനം. അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് റാറ്റിൽ എന്നാണ്. റാറ്റിൽ. അപ്പോൾ ഇന്നത്തെ ലെസണിൽ നമ്മൾ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകളും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസും എല്ലാം പരിചയപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഇത് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ അത് എന്നെ അറിയിക്കുക. ഇനി ഒട്ടും തന്നെ വൈകാതെ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. ബൈ.